മുഹമ്മദീയരെല്ലാം ഓണത്തിനെതിരാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടർ. ചില പോസ്റ്റുകളൊക്കെ കണ്ടു. നമ്മളെ ഓണക്കാലത്ത് നമ്മളെ പരിഗണിക്കാത്തവരുടെ കടകളും ഷോപ്പുകളും നമ്മൾ പരിഗണിക്കരുത്. പിന്നെ മറ്റ് ചില വിരലിലെണ്ണാവുന്നവർ ഓണാഘോഷങ്ങളോടൊപ്പം കൂടിപ്പോയാൽ നിങ്ങളുടെ വിശ്വാസവും ഈമാനും അങ്ങ് തെറിച്ച് പറന്ന് ആകാശത്തേക്ക് പോകും. ഇതൊന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചൊരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൻ്റെ പേര് മൗലവി മർഹൂം ഖത്തീബ് മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറയുന്ന പഴയ ഉസ്താദാണ്. അദ്ദേഹം സുന്നിയും മുജാഹിദും എന്നൊന്നും പറഞ്ഞ് സവിശേഷമായി ഞങ്ങൾക്ക് എണ്ണാനാവില്ല. ഞങ്ങളുടെ 3 തലമുറകളെ നിക്കാഹ് ചെയ്തു കൊടുത്ത, ഞങ്ങളോടൊപ്പം വേറൊരു തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകതരം ഇന്ന് കാണുന്ന വരുമാനവർദ്ധന പരിപാടികളൊന്നുമില്ലാതെ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഉസ്താദ് മരണപ്പെട്ടിട്ട് 10-25 കൊല്ലത്തിനപ്പുറമായി. അദ്ദേഹം ജോലി ചെയ്തത് 10-35 വർഷത്തോളമാണ് ഒരേ സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ സ്മരണ നിലനിർത്താൻ അദ്ദേഹം പഠിപ്പിച്ച ശിഷ്യന്മാരായ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ഒരുപാട് പരിപാടികൾ നടത്തി. എല്ലാ ജാതിയിലും പെട്ട മനുഷ്യർക്ക് പലതുമൊക്കെ കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഓണം വന്നപ്പോൾ ഒപ്പം നബിദിനവും വന്നു. ഞങ്ങളോടൊപ്പം ജീവിച്ച, ഞങ്ങൾ കാണുന്ന അമ്മമാരുണ്ട്, ഞങ്ങളെ മക്കളെന്ന് വിളിച്ചവർ, ഞങ്ങളെ ചേർത്ത് നിർത്തിയവർ. ഞങ്ങളങ്ങനെ ജീവിച്ചതുകൊണ്ട് ഞങ്ങളാരും ഹിന്ദു ആയില്ല, അവരാരും മുസ്ലിമും ആയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളങ്ങനെ ആവശ്യപ്പെട്ടുമില്ല. ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കഴിഞ്ഞ അവർക്ക് ഞങ്ങളെല്ലാവരും കൂടി ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുകയാണ്. 100-400 പേർക്ക് കൊടുക്കുകയാണ്. ഒരു പ്രായം വെച്ചിട്ട് ഞങ്ങൾ കണ്ട അമ്മമാർക്കെല്ലാം സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയുമാണ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഉസ്താദിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ട്രസ്റ്റിൻ്റെ പേരിലാണ്. അത് കൊടുക്കാൻ വരുന്നതോ എന്ത് വിഷയം വന്നാലും നേരെ ആക്ഷേപവും അപരാധവും പറയുന്നൊരു കുടുംബം ഉണ്ടല്ലോ, പാണക്കാട് കുടുംബം. അവർ പറഞ്ഞോ, അവരുടെ തീട്ടൂരം വാങ്ങിയോ, അവർ പറഞ്ഞിട്ടാണോ വന്ദേമാതരം ചെല്ലാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ആ കുടുംബത്തിൽ നിന്നുള്ള മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്ന കേരളം ആദരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകനാണ് അത് നൽകാനായി എത്തുന്നത്. അതിന് സാക്ഷിയായി സന്ദേശം നൽകാൻ എന്നും ഈ പറയുന്ന സവിശേഷമായ വസ്ത്രം ധരിച്ച് സമൂഹത്തിൽ സ്നേഹവും സന്തോഷവും ആശയങ്ങളും ഉപദേശങ്ങളും നന്നായി പങ്കുവെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഗുരുരത്നം ജ്ഞാന തപസ്സി എത്തും. പിന്നെ ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും ഉണ്ടാവും. സന്തോഷത്തോടെ കൊടുക്കുക. ഉത്രാടത്തിന് ഉടുക്കുന്നേ ഉടുക്കട്ടെ, തിരുവോണത്തിന് ഉടുക്കുന്നേ ഉടുക്കട്ടെ, ഔട്ടത്തിന് ഉടുക്കുന്നേ ഉടുക്കട്ടെ, ചതയത്തിന് ഉടുക്കുന്നേ ഉടുക്കട്ടെ. അത് ഉടുത്തോണ്ട് അവർ വിശ്വസിക്കുന്ന മാവേലിയെ സന്തോഷപൂർവ്വം വരവേറ്റ് എല്ലാവരോടും ഒപ്പം ആഹാരം കഴിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ. അതുകൊണ്ട് അവരാരും മുസ്ലിമാകുകയും വേണ്ട. ഞങ്ങളിത് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങളാരും ഹിന്ദു ആയി പോകുമെന്നുള്ള ചിന്തയും ഞങ്ങൾക്കില്ല. എന്ന് മാത്രമല്ല, അങ്ങനെ ഞങ്ങളും നിങ്ങളുമില്ല, നമ്മളാണ് ഇത്രയും നാൾ ഒരുമിച്ച് നിന്നത്. ഈ വിദ്വേഷം പറഞ്ഞവരാരും ഈ പോസ്റ്റ് ഇടാനും അതിടാനും ഇതിടാനും അല്ലാതെ ഒരാവശ്യത്തിന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, ഓടി വരാൻ, മോനേന്നൊന്ന് വിളിക്കാൻ, അമ്മേന്നൊന്ന് വിളിക്കാൻ ഇവരാരും ഉണ്ടാവില്ല. ആ സ്നേഹത്തിന് സാക്ഷിയാവാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുക. സന്തോഷത്തോടെ വന്നു കാണാൻ. വേറൊന്നും ചെയ്യണ്ട, വരിക, കാണുക. ആ നിമിഷത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ സ്വയം ഒരാത്മനിർവൃതി അടയുക, മടങ്ങിപ്പോവുക. അത്രയേ ഉള്ളൂ. അമ്മയോണം, അതാണ് ഞങ്ങൾ പേരിട്ടത്. അമ്മയില്ലാതെ എന്തോണം.